ഇനി നമുക്ക് रीड की हड्डी എന്ന് പറയുന്ന 16ാമത്തെ ചാപ്റ്ററാണ് എടുക്കേണ്ടത് കേട്ടോ. रीड की हड्डी. ഹഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ല്, രീഡ് എന്ന് പറഞ്ഞാൽ रीड की हड्डी എന്നാൽ നട്ടെല്ലെന്ന് പറയുന്നില്ല, അതാണ് സംഭവം കേട്ടോ. ഇത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന ഒരു കഥയാണ്. അത് എൻ്റെ കാലത്തൊക്കെ പെണ്ണ് കാണാൻ വരും അല്ല, ഒരു സമൂഹത്തിലുള്ള ഒരു ചെറിയൊരു അനാചാരത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണ് रीड की हड्डी. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ വരുന്നു, കാണുന്നു, പോകുന്നു, ചെക്കനെ ഇഷ്ടപ്പെടണം. लड़कियों को पसंद आया या नहीं उसकी कोई सवाल नहीं होता है. तो अगर यह पुरुष या लड़के तो पसंद किया है, लड़की को पसंद किया है तो अच्छा सब कुछ बेहतर हो जाता है. അപ്പോൾ പെണ്ണ് കാണാൻ വരുന്നു, ആൺകുട്ടി കാണുന്നു, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ, പിന്നെ അവിടെ പെണ്ണിന് ചോദ്യമില്ല, പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്നും ചോദ്യമില്ല, ചെക്കന് ഇഷ്ടമായോ ഓക്കെ കല്യാണം നിശ്ചയിച്ചോക്കട്ടെ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു കഥയാണിത്. അപ്പോൾ ഈ കഥ നടക്കുന്ന കാലത്ത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. हमारे समाज में विवाह एक महत्वपूर्ण संस्कार है. विवाह प्रक्रिया में दो परिवारों को केंद्र में रखकर निर्णय लिए जाते हैं. വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തെയും കൂടെ വെച്ചിട്ട് രണ്ട് കുടുംബത്തിൽ നിന്നും കൂടെ ഉള്ള വിവരങ്ങൾ അന്വേഷിച്ചിട്ടാണ് ചെയ്യേണ്ടത്. विवाह के फैसले में लड़की की सहमति महत्वपूर्ण नहीं समझी जाती है. അക്കാലത്തൊന്നും വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടിയുടെ യാതൊരു അഭിപ്രായത്തിനും അവിടെ എന്തില്ല, സ്ഥാനമില്ല. വിവാഹ ബന്ധൻ സ്ഥായി മാനാ ജാത്താ ഹെ. കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു ബന്ധനസ്ഥയായ അവസ്ഥയാണ് പെൺകുട്ടിക്ക് ഉണ്ടാവുക. അവൾ പിന്നെ അവൻ പറയുന്നതും കേൾക്കുന്ന അവൻ്റെ വീട്ടുകാരൻ്റെ ആട്ടും തുപ്പൊക്കെ കൊണ്ടിട്ട് ജീവിക്കണം. ഒരു ബന്ധനാവസ്ഥയായി തീരുന്നു പെൺകുട്ടികൾക്ക്. समस्या तब आती है जब पुरुष वर्ग अपना प्रभुत्व जमाने की कोशिश करता है. അപ്പോൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? പെണ്ണിൻ്റേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പുരുഷൻ്റേതായിട്ടുള്ള എന്താ പറയുക മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന രീതി വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കുടുംബ പ്രശ്നങ്ങൾ അല്ല വിവാഹ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ये बंधन तब स्थायी बना रहता है जब स्त्री और पुरुष दोनों की बराबरी आवश्यक है. അപ്പോൾ ഈ പ്രക്രിയ, ഈ ബന്ധനം സ്ഥായിയായിത്തീരുന്നത്, സ്ഥിരമായിത്തീരുന്നത് ജബ് സ്ത്രീ और पुरुष दोनों की बराबरी आवश्यक है. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേപോലെ ആയിത്തീരണം എന്നുള്ള പ്രശ്നം വരുമ്പോഴാണ് ഈ കലഹം എന്താവുന്നത്? സ്ഥായിയായിത്തീരുന്നത്. അല്ല പുരുഷൻ എന്ത് പറഞ്ഞാൽ നീ നിലത്ത് കടന്നടിയാന്നാൽ നിലത്ത് കിടക്കണം, നീ ഭക്ഷണം കഴിക്കരുതടിയാന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കണം, നീ ഇന്ന് കുളിക്കരുതടിയാന്നാൽ കുളിക്കാതിരിക്കണം, എന്ത് പുരുഷൻ പറയണം അതിങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേക്ക് എന്താന്ന് കുളിച്ചാൽ ഇന്ന് എന്താന്ന് ചോദിച്ചാൽ തെറ്റി. കുളിക്കരുതെന്ന് പറഞ്ഞല്ലോ, പിന്നെ കുളിക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛാ ഓക്കെയാ, പിന്നെ ആടോ കലഹായി. അന്ന് നീ ചോറുണ്ടായിരുന്നാൽ എന്താ ചോറുണ്ടാൽ? നീ കഞ്ഞി കുടിച്ചാൽ മതിയേ. ആ കഞ്ഞി കുടിക്കാതെ ചോറുണ്ടാ അവിടെ കലഹായി നന്നില്ലേ? നമ്മൾ എന്താണോ പുരുഷ कहते हैं उसका अनुसरण करके जीना तो कोई प्रश्न नहीं होता है. അവർ പറയുന്നത് കേട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അതിനെ എതിർക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു നമ്മളുടെ ഈ കഥ എഴുതുമ്പോൾ. जब स्त्री और पुरुष दोनों की बराबरी आवश्यक है. അങ്ങനെ ദോനോയ്ക്ക് ബരാബരി ആവശ്യം നെയ്യ, അതിനെ പറ്റിയിട്ട് നമ്മൾ പറയരുത്, ചോദിക്കരുത്, എടുക്കരുത്. പുരുഷൻ സ്ത്രീ കാൽച്ചോട്ട് കിടക്കുന്ന, ഭർത്താവ് ഭാര്യ അല്ലേ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ. ആ രണ്ടർത്ഥം നമ്മൾ നോക്കണം. ഭരിക്കാൻ വരുന്നവനാണ്, സൂക്ഷിക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളുമാണ്. അപ്പോൾ അത് രണ്ടും ഓർത്ത് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പുരുഷ മേധാവിത്വം നടക്കുന്ന സമയം. ആ പുരുഷ മേധാവിത്വത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനമില്ല പറഞ്ഞു. അതായത് പുരുഷൊക്കെ ഗുലാം, അതായത് ഗുലാമായിട്ട് നമ്മൾ ജീവിക്കുക, അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ്
ഉമ എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ ശങ്കറും ശങ്കറിൻ്റെ അച്ഛനും കൂടെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നോക്കുക. ये कहानी सामाजिक व्यवस्था की कुछ रूढ़ियों और गलत परंपराओं को हमारे सामने लाती है. അതായത് സമൂഹത്തിലെ അന്നത്തെ അനാചാരങ്ങളെ കാണിക്കുന്ന ഒരു കഥയാണിത്. हमारे समाज में विवाह दो व्यक्तियों से अधिक दो परिवारों का संबंध है. അതായത് കല്യാണം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച രണ്ട് വ്യക്തികളിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു അക്കാലത്ത്. ഇന്നിപ്പോൾ കുടുംബത്തിന് പ്രാധാന്യമില്ല. എന്താണ്, വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവും ഐസാവുകയായ അവിടെ അച്ഛനോ അമ്മയോ പെങ്ങന്മാരോ മറ്റാരുണ്ടെന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ഒരു എന്താ പറയുക തലമുറയായി തീർന്നിരിക്കുക. അതായിരിക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം. എന്താ അവിടെ ഐസാ ചലേ ചായത്തോ അമ്മ കുച്ചിനെ ചെയ്യുക. അപ്പോൾ സാമനെ ദോ പരിവാർ രണ്ട് കുടുംബത്തിനായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. വിവാഹമേ ലടുക്കെ ലടുക്കോക്കെ രുചി അരുചി കാ ധ്യാൻ രഖന और समझदारी का होना जरूरी है. അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുമ്പം ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയണം, എന്നാൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ ഒരു കാര്യം അറിയണ്ട. അവളെങ്ങനെയാണ്, അവൾ എത്ര വരെ പഠിച്ചു, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ എല്ലാം അറിയണം. പക്ഷേ ഈ ആൺകുട്ടിയെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുള്ള അധികാരം ആർക്കില്ല? പെൺകുട്ടികൾക്കില്ല. രീഡിക്ക് അടി ഏക്ക് സാമാജിക് കഹാനി ഹെ. അതൊരു സാമുദായികം എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ, ജാതിയുടെ അല്ല, സമൂഹത്തിൽ നടക്കുന്ന അവ്യവസ്ഥിതിയെ പറ്റിയുള്ള ഒരു കഥയാണ് ഇപ്പോൾ രീഡിക്ക് അടി എന്ന് പറയുന്നത്. इसमें मध्यवर्गीय परिवार की एक पढ़ी लिखी लड़की के सामने आने वाली चुनौतियों का मर्मस्पर्शी चित्र खींचता है. ഇതിലൊരു മധ്യവർഗീയ ഇടത്തരം കുടുംബം എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വരുന്നതായിട്ടുള്ള വെല്ലുവിളികളുടെ മർമ്മസ്പർശിയായ ഒരു ചിത്രമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. राम स्वरूप अपनी बेटी उमा का विवाह के लिए चिंतित है. രാംകുമാർ എന്നാണ് അച്ഛൻ, രാംകുമാർ അല്ല രാം സ്വരൂപ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര്. അപ്പം മാളെ കല്യാണം കഴിയാത്തതിൽ വലിയ ദുഃഖിച്ച് നടക്കുകയാണ്. അപ്പോൾ ലഡ്കെ വാലെ ലഡ്കിക്കോ കൈ ബാർ ദേഖ് ചുക്കെ ഹെ ലേക്കിൻ വിവാഹ് നിശ്ചിത് നഹി ഹോ ഗയാ ഹെ. അപ്പോൾ പറഞ്ഞു വെച്ച ചക്കൻ്റെ വീട്ടുകാർ വരുന്നു, പെൺകുട്ടിയെ കാണുന്നു, പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പോകുന്നു. പല പ്രാവശ്യം ഐസാവുകയായ പലവട്ടം അങ്ങനെ നടന്നു. പക്ഷെ കൊച്ചിനെ പെൺകുട്ടിയെ ഒരു കല്യാണത്തിൻ്റെ ഒരു തീരുമാനത്തിൽ എത്താനായില്ല. കാരണം ഇത്രയൊക്കെ വന്ന് കണ്ടുപോയിട്ടു. ഗോപാൽ പ്രസാദ് और शंकर के आने पर उमा को तैयार होकर आने सामने बुलाया. അപ്പോൾ ശങ്കറും അവൻ്റെ അച്ഛനും കൂടെ എന്തെന്നു പെൺകുട്ടിയെ കാണാൻ വന്നു. അങ്ങനെ പെൺകുട്ടിയോട് അപ്പം തയ്യാറായിട്ട് അവൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞു. ലഡ്കെ വാലോക്കെ ദേഖ്നെ കെ ഡംഗ് ഉൻകെ സവാലോं और उमा की उच्च शिक्षा पर उनके व्यवहार से आहत होकर പ്രതിരോധ करती है. അപ്പോൾ ആ വീട്ടുകാരുടെ ചോദ്യങ്ങളും അതായത് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നമ്മളുടെ പെൺകുട്ടിയുടെ പെരുമാറ്റവും आहत होकर പ്രതിരോധ करती है. അപ്പോൾ ഈ വിദ്യാസമ്പന്നയായ കുട്ടിയാണ് ഉമ. അവൾ ഈ ചോദിക്കുന്നതിനൊക്കെ നല്ല മറുപടികൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതോടുകൂടി ആ കുടുംബക്കാർക്ക് ആ കൂടി ഒരു വെപ്രാളാവുക ചെയ്യുന്നത്. तो उमा का गोपाल प्रसाद से सीधे प्रश्न करना जवाब देना आदि उन्हें बेइज्जती लगती है. അപ്പോൾ ഗോപാൽ പ്രസാദ് എന്ന് പറയുന്നത് ആരാണ്? ശങ്കറിൻ്റെ അച്ഛനല്ലേ. അപ്പോൾ ആ ശങ്കറിൻ്റെ അച്ഛനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറുപടി പറയുന്നതും അവർക്കൊരു തരത്തിലുള്ള ബേഇസ്സത്തി അഭിമാനക്കുറവായി തോന്നി. കുട്ടി ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു. തിരിച്ച് അവൾ അമ്മായിയപ്പനാവാൻ പോകുന്ന ആ വ്യക്തിയോട് തിരിച്ചുത്തരവും ചോദ്യവും ചോദിക്കുന്നുണ്ട്. അത് അയാൾക്കൊരു വല്ലാത്ത മാനക്കേടായിട്ട് തോന്നി. ഉമ ആധുനിക സ്ത്രീ, അവൾ പഠിച്ച നല്ല വിദ്യാസമ്പന്നയായ ഒരു ആധുനിക പെൺകുട്ടിയാണ്. ഉസ്കാ അപ്പന വ്യക്തിത്വ, അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. അപ്പന വിചാർ ഹെ, തൻ്റേതായിട്ടുള്ള ചിന്തകളുണ്ട്. രുചി അരുചി ഹെ, ഇഷ്ടമുണ്ട് അനിഷ്ടമുണ്ട്. സച്ചി ബാത്ത് കഹനേക്ക സാഹസ് ബി ഹെ, യഥാർത്ഥ കാര്യം പറയാൻ, അതായത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ രൂപം പറയാനുള്ള ധൈര്യവും ഉണ്ട്, തൻ്റെ ഇടവും ഉണ്ട് അവൾക്ക്. ഈ സേകാംഗി മേം
इस एकांगी में समाज की इसी समस्या को प्रस्तुत किया गया है. ഈ ഏകാംഗിയിൽ അങ്ങനെയുള്ളൊരു സമസ്യയാണ്, പ്രശ്നമാണ് പ്രസ്തുതീകരിക്കുക എന്ന് വെച്ചാൽ വിവരിക്കുന്നത്. ലड़की विवाह की परंपराओं और पुरुष प्रधान मानसिकता पर सवाल खड़े करते हैं. പെൺകുട്ടി വിവാഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, അതായത് വിവാഹം ഇങ്ങനെ നടന്നു വന്നിരുന്നല്ല, ഈ പെൺകുട്ടികളോട് ഒന്നും ചോദിക്കാനും പറയാനും പാടില്ല, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അറിയാൻ പാടില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ടുപോവുക. അങ്ങനെയുള്ള ആ ആചാരത്തിന് ഇവൾ ചോദ്യം ചെയ്തു. ആര്? ഉമ്മ ചോദ്യം ചെയ്യുക ചെയ്തിട്ടുള്ളത്. तो सवाल खड़े करते हैं. सवाल पूछने का उसका तरीका और सभी को असहज कर देता है. അപ്പോൾ അവൾ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും ഒക്കെ വരൻ്റെ പാർട്ടിക്കാർക്ക് അസഹജം ആൽപ്പെടുത്താഹ്, സഹജമല്ലാത്തതായിട്ട്, അവർ സാധാരണമല്ലാത്തതായിട്ടുള്ള ഒരു പ്രതീതി അവർക്കുണ്ടായി. और लड़की का जवाब देना प्रायः अशिष्टता का सूचक माना जाता है. പെൺകുട്ടി ഉത്തരം പറയുന്നത് അശിഷ്ടത, മര്യാദകേടാണ് എന്നൊരു തോന്നൽ വരൻ്റെ പാർട്ടിക്കാർക്ക്. उमा के प्रश्न और तर्क से गोपाल प्रसाद और शंकर तिल मिला जाते हैं. ഉമ്മയുടെ ചോദ്യവും ഉത്തരം കേട്ടതോടുകൂടി ഗോപാൽ പ്രസാദും മകൻ, പെണ്ണ് കാണാമെന്ന ചക്കണ്ടല്ലോ, അവന് തിൽമില ഉടുത്താഹ്. എന്താ പറയുക? തിൽമിലാന്ന് വെച്ചാൽ പടയ്ക്കാൻ. മീനെ കരയെ പിടിച്ചിട്ടാൽ വേ തിൽമിലാത്തേഹ്, അത് പടയ്ക്കുക എന്ന വരി അച്ഛനും മോനും പടയാൻ തുടങ്ങി. ഉമാ കെ പ്രശ്ന और तर्क से गोपाल प्रसाद और शंकर तिल मिला जाते हैं. ये उन्हें अपनी बेइज्जती रखती है. അത് അവർക്ക് വല്ലാത്തൊരു നാണക്കേട്, ആഭിജാത്യക്കുറവായിട്ട് തോന്നി. सामाजिक इन मानसिकता में स्त्रियों के प्रति संवेदनशील बनना इस एकांगी का मुख्य उद्देश्य है. ഈ കഥയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? എന്താ പറയുക? സമൂഹത്തിലെ സംവേദനശീൽ ബനാന, പെൺകുട്ടികളും പുരുഷന്മാരെ പോലെ തന്നെയാണ് എന്നുള്ള ഒരു സംവേദനശീലത വേണം. രണ്ടു കൂട്ടരുടെയും മാനസികാവസ്ഥ ഒന്നുപോലെയാണ് എന്നുള്ളൊരു സന്ദേശമാണ്. അത് നോക്കണം, അത് കണക്കിലെടുത്തേ വിവാഹം നടക്കാവൂ എന്നുള്ളൊരു സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് തരുന്നത് കഥാകാരൻ. ഇനി ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി കേട്ടോ. ഒടുവിൽ അതിൽ വരുന്നുണ്ട്, ആ സന്ദേശമാണ് തരണമെങ്കിലും ശരി, അയാൾക്ക് ദേഷ്യം പിടിക്കാൻ കാരണം എന്താ? ഒടുവിൽ ഇയാൾ വല്ലാതെ ഈ കുട്ടി പഠിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഒടുവിൽ ഇവള് ചോദിക്കണ്ടല്ലോ, തുമാരെ പുത്രിക റീഡ്ക്ക് അഡ്ഡി ഹേ യാ നെയ്യ് ഇതേക്കോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മകന് നട്ടല്ലുണ്ടോ ഇല്ലേ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കാം. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാലോ. കോളേജിൽ വെച്ച് എവിടെ എന്തോ ഒരു വിക്രസ് ചെയ്തതിന് ആൾക്കാരെല്ലാം കൂടെ കൂടി അടിച്ച് അവൻ്റെ നട്ടല് പൊട്ടിച്ചൊരു കഥ ഉണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് അവനും ഒരേ കോളേജിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഇവളിങ്ങനെ അവൻ്റെ അച്ഛനോട് പറഞ്ഞത്. അതൊക്കെ കൂടി ആയപ്പോൾ അവർക്കൊരു നാണക്കേടായി തോന്നി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ജുക്കി കമർ ഇൻകെ ഖാസിയത്ത് ഹെ കിസ്കെ ബാരെ മേ കഹാ ഗയാ ഹെ. കുനിഞ്ഞ, അതായത് തലകുനിക്കുന്ന സ്വഭാവം. ഇൻകി ഖാസിയത്ത് ഹെ കിസ്കെ ബാരെ മേ കത്തെ ഹെ. ആരെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന്. ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? ശങ്കർ കെ, ഗോപാൽ പ്രസാദ് കെ, രാം സ്വരൂപ് കെ, രതൻ കെ. പിന്നെ അടുത്തത്, ക്യാ ലഡ്കിയോ കാ ദിൽ നഹി ഹോത്താ യേ വാക്യ. ആര് പറയുന്നതാണ്? പെൺകുട്ടികൾക്കും ഹൃദയമില്ലെന്ന് ചോദിക്കുന്നത്. രാം സ്വരൂപ്, ഉമ, പ്രേമക്ക, ഗോപാൽ പ്രസാദ് ക. അതിലേതാണെന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ ടീച്ചർ ഇപ്പം പറഞ്ഞുതരാം. അച്ഛാത്ത സാബ് ഫിർ ബിസിനസ്സാണ്. ബിസിനസ് കെ ബാത്ചീത് ഹോ ജായേ ഇസ്സെ പതാ ചൽത്താ ഹെ കെ. എന്താണ്? പിന്നെയും ബിസിനസ്സിനെ പറ്റിയാണോ പറയുന്നത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? राम स्वरूप और गोपाल प्रसाद व्यापार करना चाहते थे. गोपाल प्रसाद की नज़र में विवाह भी बिजनेस है. शंकर और उमा का विवाह बिजनेस है. उमा बिजनेस करना चाहती थी. ഇതിലേതാന്ന് നോക്കി വെച്ചോളൂ. അടുത്തത്, निम्नलिखित कथनों में से सही और आगे सही, गलत और आगे गलत का ചിഹ്ന ലഗായേ. ഇത്രയാണ് വൺ വേർഡ്. ഇത്രയെല്ലാം ഇനി ഉണ്ട് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത്,
ഏതാണ് ടീച്ചർ വായിച്ചരാ? ക്യാ ലഡ്കിയോ കാ ദിൽ നെയ് ഹോത്താ യേ വാക്യ ആരുടേതാണെന്നാ ചോദിക്കുന്നത്. ആരുടേതാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാലോ. ആരുടെയാണ്? രമയല്ലേ ചോദിക്കണേ. പെൺകുട്ടികൾക്ക് ഹൃദയം ഇല്ലേ എന്ന് ചോദിക്കുന്നില്ലേ? അതാണ് രമയുടേതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഏതാണ് ചോദ്യം? രണ്ടാമത്തേത് അച്ഛാ തോ സാബ് ഫിർ ബിസിനസ് കി ബാത്ത് ഹോ ജായേ. നമുക്ക് നമ്മളുടെ കാര്യം പറയാം, ബിസിനസ്സിനെ പറ്റി പറയാമെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ശങ്കർ ആർ ഉമാക്ക വിവാഹ് ബിസിനസ് ഹേ. ശങ്കർ അതാണോ പറഞ്ഞത്? അല്ല. പിന്നെ ഏതാണ്? പറയൂ. അല്ല പറയുന്ന അറിയണ ടീച്ചർക്ക് പഠിപ്പിക്കുന്ന ഓർമ്മയിൽപ്പെട്ട. ഗോപാൽ പ്രസാദ് കി നസർ മേ വിവാഹ് ബി ഏക് ബിസിനസ് ഹേ. പിന്നെ രണ്ടാമത്തേത് രാം സ്വരൂപ് और ഗോപാൽ പ്രസാദ് വ്യാപാർ करना चाहते थे. ശങ്കർ और ഉമാ का വിവാഹ്. ഉമ ബിസിനസ് करना चाहती है. ഇതിലേതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞോളൂ. രണ്ടാമത്തേത് ഏതാന്ന് നോക്കൂ. ഗോപാൽ പ്രസാദ് കി നസർ മേ വിവാഹ് ബി ഏക് ബിസിനസ് ഹേ. ഇനി അടുത്ത മൂന്നാമത്തെ ഏതാണ്? ജുക്കി കമർ ഇൻകെ ഖാസിയത്ത് ഹേ കിസ്കെ ബാരെ മേ കത്താ ഹേ. അതായത് നമ്മൾ പെൺകുട്ടികൾ ഞെളിഞ്ഞ് നടക്കരുത്, തല ഉയർത്തി നടക്കരുത് എന്നൊക്കെ പറയില്ലേ, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. എന്തിനെ സൂചിപ്പിക്കുന്നു? ആരെ? കിസ്കെ ബാരമേ? ശങ്കറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെന്ന് ഊരങ്ങനെ വളഞ്ഞിട്ടുള്ളത്, നട്ടലില്ലാഞ്ഞിട്ടാണെന്നുള്ള പിന്നീട് അറിയുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് വൺ വേർഡ് ഏതാണെന്ന് നോക്കാം. ഈ സേകാംഗീസെ സംബന്ധിത വിഷയ നഹീ ഹെ. ഏതൊക്കെയാണ്? വിവാഹോപരാന്ത് സ്ത്രീ പുരുഷ കാ ജഗട. വിവാഹത്തിന് ശേഷം സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള ലഹള. പിന്നെ സമാജ് കാ സ്ത്രീയോ കെ പ്രതി ദൃഷ്ടികോണ്. സമൂഹത്തിന് പെണ്ണുങ്ങളോടുള്ള കാഴ്ചപ്പാട്. ലഡ്കി കാ വിവാഹ നിശ്ചിത ഹോനെ മേ രുക്കാവട്ട്. പെൺകുട്ടിയുടെ വിവാഹം നടക്കാത്തതിലുള്ള തടസ്സം. പിന്നെ അത്രയാണ്. അല്ല, പുരുഷവാദി സമാജ് മേ മഹിളാവോങ്കി സ്ഥിതി. പുരുഷവാദികളായിട്ടുള്ള സമൂഹത്തിൽ എന്താണ് മഹിളകളുടെ സ്ഥിതി? അതിലേതാണ് എന്ന് നോക്കാം. ഏതാണ്? വിവാഹോപരാന്ത് സ്ത്രീ പുരുഷ കാ ജഗട. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അടുത്തത് ഉമ ഗാത്തെ ഗാത്തെ അചാനക് ക്യോം രുക്ക് ജാത്തി ഹെ. ഉമ പാടി പാടി പെട്ടെന്ന് നിർത്തിയത് എന്തുകൊണ്ടാണ്? വ ഗാന ഭൂൽ ജാത്തി ഹെ. വ അബ് और नहीं गाना चाहती. वह शंकर को पहचान लेती है. राम स्वरूप उसे दुखने का संकेत करता है. അപ്പോൾ എന്തൊക്കെയാണ്? അവൾ പാട്ട് മറന്നുപോയി, അവൾ പാടാൻ ഇഷ്ടപ്പെട്ടില്ല, അവൾ ശങ്കറിനെ തിരിച്ചറിയുന്നു, രാമസ്വരൂപ് അവളോട് ഇരിക്കാൻ പറയുന്നു. ഇതിലേതാണ് എന്നാണ് ചോദ്യം. രാംസ്വരൂപ് വ അബ് അവർ നെയ് ഗാന ചാത്തി. അവൾക്ക് പിന്നീട് പാടാൻ ഇഷ്ടമുണ്ടായില്ല, അതുവരെ ഉണ്ടായുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ കുറേ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരാവുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ്? ഈ സേകാംഗിക ക്യാ മുഖ്യ ഉദ്ദേശ് ക്യാ ഹേ ലിഖിയ. ഈ കഥയുടെ മുഖ്യ ഉദ്ദേശം എന്താണ്? മുഖ്യ ഉദ്ദേശം എന്താണ്? उमा के प्रश्न और तर्क से गोपाल प्रसाद और शंकर तिलमिला जाते हैं. ये उन्हें अपनी बेइज्जती लगती है. അത് ഈ കുട്ടി ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി അവർ ആ കൂടെ തിളച്ചു പോയല്ല. അപ്പം അത് അവർക്കൊരു ആഭിജാത്യക്കുറവായി. ഇനി എന്താണ് നമുക്ക് തരുന്നത്? സമാജിക്ക് ഈ मानसिकता में स्त्रियों के प्रति संवेदनशील बनना एक ഈ സേകാംഗിക മുഖ്യ ഉദ്ദേശം है. അതായത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വിവാഹത്തിൽ നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ അവരെയും ഈ വിവാഹ കാര്യത്തിൽ പുരുഷന്മാരുടെ അതേ സ്ഥാനം കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് ഈ സേകാംഗി മേ വിവാഹയ്ക്ക് കിസ് സമസ്യക്കോ പ്രസ്തുത കിയാ ഗയാ ഹെ. ഇവിടെ കല്യാണം അന്വേഷിച്ച് വരുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏത് പ്രശ്നമാണ് അവിടെ ഉടലെടുക്കുന്നത്? അതായത് ഉസ് ജമാനെ മേ സ്ത്രീയോങ്കോ യാ ലഡ്കിയോങ്കോ പഠാന नहीं चाहती थी. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള അക്കാലത്ത് നിഷിദ്ധമാണ്. അപ്പം ഹമാരെ ഉമാത്തോ, ഇവിടെ നമ്മളുടെ ഉമ്മ എന്താണ്? ഉച്ച ശിക്ഷ പാനെ വാലി ലഡ്കിയ, നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടിയാണ്. യത്ത് ചിപ്പാത്തെ ഹെ. അത് ഗോപാലനല്ല, രാംശങ്കർ
രാംനാഥ് ഒളിപ്പിച്ചു വെക്കുകയാണ്. അതായത് ഉമയുടെ അച്ഛൻ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടി എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും? അതിനെ എതിർക്കും. ആ എതിർപ്പ് ഇല്ലാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? അത് ഒളിപ്പിച്ച് വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലെ കല്യാണത്തെ പറ്റിയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. उमा की किन्हीं दो चारित्रिक विशेषताओं का उल्लेख कीजिए. ഉമയുടെ സ്വഭാവത്തിൻ്റെ 2 പ്രത്യേകതകൾ. അതായത് ഉമ തോ പഠി ലിഖി ലड़की है, അവൾ നല്ല വിദ്യാസമ്പന്നയായ സ്ത്രീയാണ്. പിന്നെ जो कुछ उसे कहना है वह सभी के सामने क्या कहते हैं और खुले मन से कहने के लिए वह साहसी है. അവൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അത് തുറന്ന മനസ്സോടെ ആരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കുണ്ട്. അത് 2 അവളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ രീതിക്ക് ഒടുവിൽ അവൾ ആ ചോദിക്കുന്ന ചോദ്യമാണ് പ്രത്യേകത. അതായത് ഇവളെ പറ്റി കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേ ഇവള് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ഇരിക്കുന്ന മകന് നട്ടെല്ലുണ്ടോ എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് അന്വേഷിക്കുന്ന പറയണത്. അപ്പം നോക്ക് എത്രമാത്രം തൻ്റെ അടുത്തിൽ അവൾ പറയുന്നതെന്ന് ആലോചിക്കുക. അത് കേട്ടത് തിരിച്ചു പോവുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് ലീഡ് കെ ഹട്ടി എന്ന് പറയുന്ന കഥ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 17ാമത്തത് അൻഡമാൻ ഡയറി. ശ്രീകാന്ത് വർമ്മ ഒരിക്കൽ അൻഡമാൻ ദ്വീപിൽ കാണാൻ പോയി. അന്ന് അദ്ദേഹം എഴുതിയ ഒരു ഡയറിയാണ് അൻഡമാൻ ഡയറി എന്ന് പറയുന്നത്. हमारा देश प्रकृति का खूबसूरत संग्रहालय है, कहीं कल करती नदियाँ कहीं मरुस्थल. അപ്പോൾ ഇതൊന്ന് പറയാറുണ്ട്. അൻഡമാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയവരും കണ്ടവരും കേട്ടവരും ഒക്കെ ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് ഇതിനെ നിങ്ങളൊരു സിനിമ കണ്ടാണ് മോഹൻലാലിൻ്റെ കാലാപാനി. അത് അൻഡമാൻ ദ്വീപിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ല ഇതിൽ പറയുന്ന സെല്ലുലാർ ജയിലും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് അവിടെ ഒരു പേരാണത്. അതായത് നദികളും ചുറ്റും സമുദ്രങ്ങളൊക്കെ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാത്രമായ നിങ്ങൾക്ക് ഇതിൽ കാണാം, പുസ്തകത്തിൽ കാണാം, സെല്ലുലാർ ഇതിൻ്റെ ജയിലിൻ്റെ ചിത്രമൊക്കെ കാണാം. അന്ന് ഇതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആളുകളെ കുറ്റം ചെയ്തവർ, അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ, അല്ല കുറ്റം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും? ഇവിടെ നിന്നുകൊണ്ട് ഇവർക്ക് എതിരായിട്ട് ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് വല്ല പ്രവർത്തനം ചെയ്യുന്നവരാണെന്ന് മനസ്സിലായ ഉടനെ അൻഡമാൻ ദ്വീപിൽ കൊണ്ടുപോയി നാട് കടത്തിക്കാളും. പിന്നെ അവർക്ക് കണ്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ, ഒരു തോണി പോലും ഉണ്ടായില്ല. എന്നൊക്കെയാണെന്ന് വെച്ചാൽ തോണിയിലെങ്കിലും രക്ഷപ്പെട്ടു പോരാ. അന്നൊന്നും അതുമില്ല, എല്ലാവരുടെ കസ്റ്റഡിയിലാണ്, ഇംഗ്ലീഷുകാരുടെ കസ്റ്റഡിയിലാണ്. അങ്ങനെയുള്ള ഒരു കാലത്തെ കഥയാണ്, കഥയല്ല ഒരു ചരിത്രമാണ് ഈ ഒരു ഡയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. भूगोल ने इन द्वीपों के नियति में अकेलापन का अभिशाप घोल दिया है. അപ്പോൾ ഭൂഗോളത്തിൽ ഈ ദ്വീപുകൾക്ക് ദൈവം ഒരു അഭിശാപം നൽകിയിട്ടുണ്ട്. अकेलापन के यातना को पहचान कर अंग्रेजों ने इन्हें दंड द्वीप के रूप में रूपांतरित कर दिया. അപ്പോൾ ഈ ദ്വീപ് എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ടൊരു സ്ഥലമല്ലേ, അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട സ്ഥലമാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ട് ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു? ഇവിടെ കുറ്റം ചെയ്യുന്നവരൊക്കെ ദണ്ഡദ്വീപ് എന്നുള്ള പേര് അൻഡമാന് കൊടുത്തു. എന്നിട്ട് അവിടേക്ക് നാട് കടത്താൻ തുടങ്ങി. इसका പ്രതിനിധി ഉദാര അൻഡമാൻ ദ്വീപ് സെല്ലുലാർ ജയിൽ ഹെ. അതിൻ്റെ പ്രതിനിധിത്വം വഹിക്കുന്ന ഒരു ഉദാഹരണം, ഒരു തെളിവ് ഇന്നും അവിടുത്തെ ജയിലാണ്. स्वाधीनता का चाह में अपने मूक बलिदानों से अगणित स्वतंत्रता प्रेमियों ने इन द्वीपों पर अस्थिदान किए हैं. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അനേകായിരം ആളുകൾ തൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ എവിടേക്ക് പറഞ്ഞയച്ചിട്ടാണ്? സെല്ലുലാർ ജയിലിലേക്ക് നമ്മളുടെ സർക്കാർ, അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞയക്കുകയും അവിടെ കിടന്ന് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ മരിക്കാത്തവരെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്തിരുന്നത്. സ്വാധീനതയ്ക്ക് ചാമേ അനേകം അത് വായിച്ചില്ല. അബ് ഹം നീല അംബർക്ക് നീജ ആസാദി ക ഉത്സവം മനാത്തെ. ഇന്നിപ്പം നമ്മൾ ഭയങ്കര സ്വതന്ത്രരാണ് അങ്ങനെ എന്നൊക്കെ പറയണേ. നമ്മൾ സ്വതന്ത്രരാന്ന് പറയണത് നമ്മൾ അസ്വാതന്ത്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല.
പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം നമുക്ക് പറയാൻ പറ്റില്ല. അസ്വാതന്ത്ര്യം അറിഞ്ഞവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളറിയില്ല, കണ്ണില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്നറിയില്ല, അതുപോലെ തന്നെ. उसी का साक्षात्कार ശ്രീകാന്ത് വർമ്മ की इस अंडमान डायरी का വിശേഷം. അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ദൃക്സാക്ഷി എന്നുള്ള പോലെയുള്ള ഒരു അനുഭവമായ വർണ്ണനയാണ് ഈ ഡയറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ലേഖനെ കാലാപാനി കിസെ കഹാ ഹെ സ്പഷ്ട കീജിയെ. കാലാപാനി എന്ന് ലേഖ എന്തിനെയാണ് പറഞ്ഞത്? പോർട്ട് പ്ലെയർ में जो कभी कालापानी के नाम से जाना जाता था. അതായത് ഒരു കാലത്ത് പോർട്ട് പ്ലെയർ ആണ് കാലാപാനി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആ ജയിലായിരുന്നു കാലാപാനി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ലേഖകന് കാലാപാനി കിസക്കത്ത പോർട്ട് പ്ലെയറിനെയാണ് കാലാപാനി എന്ന് ലേഖകൻ പറഞ്ഞിട്ടുള്ളത്. लेखक के अनुसार अंडमान में द्वीपों की संख्या कितनी है? देखिए, लेखक के अनुसार 300 से अधिक ദ്വീപ്, 300 കൂടുതലുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത് ദ്വീപുകൾ. പിന്നെ ഗോര ശാസക് ദേശഭക്ത് ക്രാന്തികാരിയോങ്കോ കിസ് ജയിൽ में रखते थे. അപ്പം ഇംഗ്ലീഷ് സർക്കാർ ദേശസ്നേഹികളെ ഏത് ജയിലിലാണ് അടച്ചിരുന്നത്? ഏത് ജയിലിലായിരുന്നു? സെല്ലുലാർ जेल में देखते थे. सेलुलर जेल देखते हैं. അടുത്തത് स्वाधीनता की चाह में अपने मूक बलिदानों से अगणित स्वतंत्रता प्रेमियों ने इन द्वीपों पर आस्तिदान किए हैं. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്നേഹികളായ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടുള്ള അനേകം ബലിദാനത്തിൻ്റെതായിട്ടുള്ള ഓർമ്മകൾ വരുന്നതാണ് അണ്ടമാൻ ദ്വീപ്. ഇനി അടുത്തതായിട്ട് എന്താണ്? ഫാൻസി സെ പഹലെ കൈദി കെ സാത്ത് ക്യാ ക്യാ ഔപചാരികതയും നിഭായി ജാത്തി ഹെ വർണ്ണം കീജിയ. അതായത് ഇപ്പം നാളെയാണ് വധശിക്ഷ എന്ന് വെച്ചാൽ ഈ കൊലയാളിയുടെ എന്തെല്ലാം ഔപചാരികതകളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നു എന്നർത്ഥം. फांसी के पहले तड़के कैदी को इस चबूतरे पर लाया जाता था. ആ ദിവസം രാവിലെ നേരത്തെ തന്നെ അവരെ ചബൂത്തരയിൽ ഫാൻസി കൊടുക്കുന്ന കഴുകുമരമില്ല, അതിൻ്റെ മുന്നിലൊരു ചബൂത്തറുണ്ട്, അതും കൊണ്ടിരുത്തുന്നു. എന്നിട്ടോ मौत के पहले कुछ क्षण ने आदमी को गुली हवा में सांस लेने को छूट देते हैं. അപ്പോൾ ആ മരണത്തിന് കുറച്ച് മുന്നേ തുറസായ സ്ഥലത്ത് നല്ല ശ്വാസം വായു ശ്വസിക്കാൻ വേണ്ടി വിടുന്നു. പിന്നെ കൈദിക്കോ സ്നാൻ ധ്യാൻ കരായ ജാത്താത്ത, കൈദിയെ കുളിപ്പിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ വിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഗീത, ബൈബിൾ, ഖുറാൻ കെ പാടിക്ക് സുവിധ ദീ ജാത്തിട്ട്. ഹിന്ദുക്കളാണെന്ന് വെച്ചാൽ ഗീത, മുസ്ലിംസാണ് ഖുറാൻ, പിന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിൾ, ഇതൊക്കെ പാരായണം ചെയ്യാനുള്ള അവസരം നൽകുന്നു. ഫാൻസി പർ ചടാനയ്ക്ക് പോലെ പൂച്ഛത്തെ, കഴുകുമരത്തിൽ ഏറുന്നതിൻ്റെ മുന്നേ ചോദിക്കുന്നു, അന്തിം ഇച്ഛ, അവസാന ആഗ്രഹം നിങ്ങൾക്ക് എന്തായിരിക്കണം? കിത്തനോനെ ഉത്തർ ദിയാ ഹോഗ ആസാദി. ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന്. പക്ഷേ ക്യാ ഉനോനെ ഉൻകെ അന്തിം ഇച്ഛ പൂരിക്ക്? അങ്ങനെ ആ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞവരെ സ്വതന്ത്രരാക്കി കൊടുത്തിട്ടുണ്ടോ? അവർ ആരും ചെയ്തിട്ടില്ല, അവരൊന്നും സ്വതന്ത്രരാക്കി വിട്ടിട്ടില്ല. പിന്നെ कितनों उत्तर दिया होगा आज़ादी, क्या उन्होंने उनकी अंतिम इच्छा पूरी की थी? അങ്ങനെ ആ അന്ത്യ ആഗ്രഹം പറഞ്ഞവർ ആ ആഗ്രഹം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ടോ ബ്രിട്ടീഷുകാർ? നെയ്. പിന്നെ ഫാൻസിക്ക് സുബ കോട്ടരിയോം കെ ദ്വാര് ഖോൽ ദേത്തെ ഥെ. അന്ന് രാവിലെ ആയിരിക്കും, തൂക്കുക മരത്തിലേറുന്ന ദിവസം രാവിലെ ആയിരിക്കും അവരവരുടെ മുറിയുടെ വാതിലുകൾ തുറക്കുന്നത്. താക്കി ഏതൊന്നും കൊണ്ടാണോ? കൈദി സീക്കജോൻസെ ദേഖ് സകെ അപ്പന ബാഷ് ഫാൻസി. അപ്പോൾ ആ കഴുകുമരം അവർക്ക് കാണാൻ കഴിയുന്നു. ഇസി തര ഉസെ ഫാൻസി പർ ചടായ ജാത്ത. ഇതൊക്കെ ചെയ്തതിന് ശേഷമേ അവരെ ഫാൻസിയിൽ കയറ്റുകയുള്ളൂ. ഫാൻസി घर में एक साथ कितने व्यक्तियों को फांसी देने का व्यवस्था है? ആ കഴുകുമരത്തിൽ എത്ര ആൾക്കാർ ഒരുമിച്ച് വധശിക്ഷ കൊടുക്കുന്നു?
फांसी घर में एक साथ 3 വ്യക്തിयों को फांसी देता है. ഒന്നിച്ച് ഒരു ദിവസം 3 ആളുകളെയാണ് വധശിക്ഷ കൊടുക്കുക. तो अर्थ ये है कि कई बार 3 വ്യക്തിयों को एक साथ फांसी दी जाती है. അതായത് ഒരു പ്രാവശ്യം 3 ആളെയായിട്ട് 3 പ്രാവശ്യം കൊടുക്കുന്നു എന്നർത്ഥം. സബ്സെ ഖതർനാക് കൈദി കിസെ മാനാ ജാത്താ ഹൈ. ഏറ്റവും ആപത്തായിട്ടുള്ള കൈദി, എന്താ പറയുക, കൈദിക്ക് എന്താ പറയുക, അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെയാണല്ലോ ബന്ധനസ്ഥരായിട്ടുള്ളവരെ ഏതാണ് ആപത്കരമായിട്ടുള്ളതെന്ന് പറയുന്നത്. സാവർക്കർക്കോ സബ്സെ ഖതർനാക് കൈദി മാനാ ജാത്താ താ. സാവർക്കറെയാണ് ഏറ്റവും എന്താണ് ഖതർനാക്ക് ആപൽക്കരനായിട്ടുള്ള കൈദി എന്ന് പറയുന്നത്, തടവുകാരൻ എന്ന് പറയുന്നത്. ലേഖയ്ക്ക് മന്മേ കിസ്കെ പ്രതി പൂർവാഗ്രഹിത. ലേഖൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മനസ്സിൽ എന്തിനെ സംബന്ധിച്ചായിരുന്നു പൂർവാഗ്രഹം ഉണ്ടായിരുന്നത്? ലേഖയ്ക്ക് മന്മേ സാവർക്കർക്ക് പ്രതി പൂർവാഗ്രഹിത. ലേഖന് കൂടുതൽ സാവർക്കറിനെ കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന്, അദ്ദേഹത്തെ പറ്റിയായിരുന്നു കൂടുതൽ ചിന്തകൾ ആദ്യമേ ഉണ്ടായിരുന്നത്. ജയിൽ കെ ബാഹർ കിസ് സ്വാധീനതാ സേനാനിക്ക് പ്രതിമ ഥി. ജയിലിൻ്റെ പുറത്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണുള്ളത്? ആരുടെ, ഏതാണ്? സാവർക്കർക്ക് പ്രതിമ ഥി. किसे सावरकर के सांप्रदायिक होने का तर्क मंजूर नहीं है, स्पष्ट कीजिए. लेखक के मन में सावरकर के സാമ്പ്രദായിക് होने का तर्क नहीं है. അയാളൊരു സാമ്പ്രദായികനായിരുന്നു, വർഗീയമായിട്ടുള്ള ചിന്താഗതി ഉള്ളവനായിരുന്നു എന്നുള്ളതിന് തർക്കം ലേഖനില്ല. अपनी अस्मिता के तलाश സാമ്പ്രദായികത नहीं है. അവരുടെ ആഗ്രഹത്തിൽ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് മനസ്സിലായത്. ഐസെ വ്യക്തി സാമ്പ്രദായിക് ന്യായ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും, അതായത് നമ്മുടെ സവാർക്കറിൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു സാമ്പ്രദായികത ഉള്ളതായിട്ട് ലേഖകൻ അറിവില്ല. അങ്ങനെയുള്ള വ്യക്തി സാമ്പ്രദായിക് ന്യായ ഹോ സക്ത. അയാൾ സാമ്പ്രദായനായി തീരില്ല. ജിസെ ദേശഭക്തിക്ക് ഇത്തനി ബഡി സജാ ഭോഗി ഹോ. ഏതൊരുവനാണോ ദേശഭക്തന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ജയിൽ ശിക്ഷ അനുഭവിച്ച് അവൻ്റെ മനസ്സിൽ ഒരിക്കലും വർഗീയത ഉണ്ടായിരുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. ജയിൽ സെ ലൗട്ട്കർ കിസ്നെ അപ്പനെ കംറെ മേ ബത്തി നെഹി ജലായി. ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആരാണ് തൻ്റെ മുറിയിൽ വിളക്ക് പോലും കത്തിക്കാതിരുന്നത്? ജയിൽ സെ ലൗട്ട്കർ ലേഖനെ അപ്പനെ കംറെ മേ ബത്തി നെഹി ജലായി ലേഖായി. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വിളക്ക് പോലും കത്തിക്കാൻ മനസ്സ് വന്നില്ല. ഇനി നമുക്ക് 20ാമത്തെ ചാപ്റ്ററാണ് കാര്യാലയി പത്രാചാരം എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. പത്രങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ 8ാം ക്ലാസ് ഒക്കെ കത്തെഴുതാനൊക്കെ പഠിച്ചവരാണ് അല്ലേ? ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ലെറ്റർ നിങ്ങൾക്ക് വന്നിട്ടില്ല, എന്നാലും തൻ്റെ കൂട്ടുകാർക്കൊക്കെ കത്തെഴുതുന്ന, ഡയറി എഴുതുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാര്യാലയി പത്രാചാരമാണ്. ഒരു ഓഫീസുമായിട്ടുള്ള കത്തിടപാടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ആണ് പഠിക്കേണ്ടത്. പത്രാചാർ കിസി ബി സഭ്യ സാമാജിക ദർപ്പണ ഹോത്തെ ഹെ. പത്രം എന്ന് പറയുന്നത് ഒരു സഭ്യ സമൂഹത്തിൻ്റെ ദർപ്പൺ, കണ്ണാടിയാണെന്നാണ് പറയുന്നത്. പത്ര വ്യക്തിഗത ഏവം സാമാജിക് ദോനോം പ്രകാർക്കെ ഹോത്തെ ഹെ. കത്തെന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ള കത്തുണ്ട്, സാമൂഹികമായിട്ടുള്ള കത്തുണ്ട്. സാമൂഹികം എന്ന് പറഞ്ഞാൽ സമാജത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് സംബന്ധിക്കുന്നതായിട്ടുള്ള കത്തുകളുണ്ട്. കാര്യാലയി പത്രാചാർ വിഷയ്ക്കോ സമഞ്ജനെ സെ പാലെ ഹം പത്ര ലേഖൻ ക്യാ ഹെ. അതായത് കാര്യാലയ പത്രാചാര എന്നുള്ള വിഷയത്തെ പറ്റി പഠിക്കുന്നതിൻ്റെ മുന്നേ പത്രലേഖൻ ക്യാ ഹെ, കത്തെഴുതുക എന്നുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. അച്ഛേ പത്രയ്ക്ക് സാക്ഷാത് ഗുണോത്തേ ഹെ. നല്ല കത്തിൻ്റെ കൂടെ ഗുണങ്ങളുണ്ടായിരിക്കുമോ? പത്ര കിത്തനെ പ്രകാരക്കെ ഒത്തേ ഹെ. കത്തുകളെന്ന് പറയുന്നത് എത്ര പ്രകാരത്തിലുണ്ട്? പത്രയ്ക്ക് അങ്ക് കോൻ കോൻ സേ ഹെ. പത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഏക് പ്രഭാവശാലി പത്ര ലിഖ്തേ സമയ കിൻ കിൻ ഗുണോ കാ ധ്യാൻ രഖ്നാ ചാഹിയെ ഇത്യാദി. ഒരു പ്രഭാവശാലി ഒരു നല്ലൊരു കത്ത് എഴുതുമ്പോഴേ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാതെ പറയുന്ന, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി പത്രയ്ക്ക് ലേഖൻ കാ പ്രയോജൻ. കത്തെഴുതുന്നതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നോക്കാം.
पत्र लेखन भावों तथा विचारों के आदान प्रदान का एक शक्तिशाली माध्यम है. കത്തെന്ന് പറയുന്നത് നമ്മളുടെ ഭാവങ്ങളും വിചാരങ്ങളുടെയും ആദാൻ പ്രദാനം, കൊടുക്കലും മറ്റുള്ളവരും. എൻ്റെ ഭാവം നിന്നിലേക്കും പറയാം, നിൻ്റെ ഭാവം എന്നിലേക്കും പറയാം. എനിക്ക് എന്താ മനസ്സിലാശ്രയിച്ചാൽ അത് നിന്നോട് പറയാം, നീ എന്നോട് പറയാം. അങ്ങനെയുള്ളൊരു ആദാൻ പ്രദാനം, കൊടുക്കലും വാങ്ങലുമാണ് കത്ത് എന്ന് പറയുന്നത്. पत्र का लेखक जहाँ अपना संदेश पत्र के माध्यम से भेजता है, वही अपनी इच्छाएं तथा आवश्यकताएं ഉപയുക്ത വ്യക്തി തക് പਹੁँच देता है. അപ്പോൾ കത്തിലൂടെ നമ്മളുടെ ആവശ്യങ്ങളും പിന്നെ എന്താണ് ആഗ്രഹങ്ങളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കത്തിലൂടെ എഴുതി അത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാതെയും കാണാതെയും കേൾക്കാതെയും തന്നെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ആർക്കറിയാൻ കഴിയുന്നു? ആ കത്ത് കിട്ടിയ ആൾക്ക് അറിയാൻ കഴിയുന്നു. പത്രമേ ലേഖയ്ക്ക് വ്യക്തിത്വക്ക് ഛാപ്പ് होती है. കത്തിൽ ആ എഴുതിയ ആളുടെ ആ കത്ത് എഴുതിയത് വായിച്ചറിയാം അതെങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. विशेष रूप से व्यक्तिगत पत्रों को पढ़कर आप किसी भी व्यक्ति के अच्छे बुरे स्वभाव और मनोवृत्ति का परिचय आसानी से पा सकता है. പ്രത്യേകിച്ച് വ്യക്തിഗത കത്തുകളിൽ ഔദ്യോഗികമായിട്ടുള്ള അതായത് ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററുകളിലൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, ആ വ്യക്തിയുടെ ഗുണമൊന്നും കിട്ടില്ല. അത് ചില നിയമപ്രകാരം എഴുതുന്ന കത്തുകളാണ്. എന്നാൽ വ്യക്തിഗതമായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുകയാണെങ്കിൽ ആ കത്തിൽ നിന്ന് അവൾക്ക് അല്ലെങ്കിൽ അവന് എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങളിൽ നിന്നൊരു കത്ത് എനിക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഏതാണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നറിയുന്നത്. തോ പത്ര ഏക്ക് പുൽക്കെ സമാനോത്തായ കത്തെന്ന് പറയുന്ന ഒരു തരം പാലത്തിനെ പോലെയാണ്. പാലം എന്താ ചെയ്യുന്നത്? രണ്ട് കരകൾ തമ്മിൽ യോജിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് രണ്ട് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്ന കർത്തവ്യമാണ് കത്തുകളും ചെയ്യുന്നത്. पत्र लेखन एक ऐसी कला है जिसका हमारे जीवन में प्रायः उपयोग होता है. ഇതൊരു തരം കലയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ല കത്തുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പത്ര പാനെ വാല വ്യക്തി यदि पत्र पढ़कर वही समझ ले जो पत्र लिखने वाला कहना चाहता है तो उसे अच्छा पत्र माना जाएगा. ഒരു നല്ല കത്തെന്ന് പറയണമെങ്കിൽ ഈ കത്ത് എഴുതുന്ന വ്യക്തി അയാൾ എന്തൊക്കെയാണ് എഴുതിയ, അയാളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് വായിച്ച വ്യക്തിക്ക് മനസ്സിലാവണം. എങ്കിലേ അത് നല്ലൊരു കത്താന്ന് പറയാൻ പറ്റുള്ളൂ. एक अच्छे पत्र की भाषा स्पष्ट सहज और പ്രഭാവി होना चाहिए. ഇനി ഒരു കത്ത്, നല്ലൊരു കത്തിൻ്റെ ഭാഷ സ്പഷ്ടമായിരിക്കണം, സരളമായിരിക്കണം, അത് വായിച്ച പ്രഭാവശാലി, അതായത് നമുക്ക് അതിൽ ആവേശം ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. പഠനെ വാല കാ ലിഖി ഹുയി ബാത്തോं की ആസാനി से समझ ले. അവരെഴുതിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും വേണം. उनका पालन कर सके, അത് പാലിക്കാനും നമുക്ക് കഴിയണം. പത്ര लिखते समय ध्यान रखना चाहिए कि कम शब्दों में अपनी बात कहे, जटिल कठिन शब्दों और कहावतों के प्रयोग से बचे. അപ്പോൾ കത്ത് എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? ചെറിയ ശബ്ദങ്ങൾ എഴുതണം, ലളിതമായ ഭാഷയിലിരിക്കണം, വലിയ വലിയ സെൻറ്റൻസുകളൊന്നും പാടില്ല, എളുപ്പത്തിൽ മനസ്സിലാവത്തക്ക രീതിയിലുള്ള സെൻറ്റൻസ് ആയിരിക്കണം. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയതും കഠിനമായിട്ടുള്ളതും ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെന്താ, പഴഞ്ചൊല്ലുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഏക്ക് ശ്രേഷ്ഠ പത്രമേ നിമ്നലിഖിത ഗുണം होना चाहिए. ഒരു നല്ല കത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം? എന്തൊക്കെയാണ്? സംക്ഷിപ്തത, ചുരുക്കിയിട്ട് വിഷയം ചുരുക്കി പറയണം. സരളത, ലളിതമായിരിക്കണം. പിന്നെന്താ, സഹജത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്വാഭാവികമായിരിക്കണം. പിന്നെ പ്രഭാവശീലത, അത് വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ച വ്യക്തിക്ക് ഇതിനോട് എന്തുണ്ടായിരിക്കണം? പ്രഭാവശാലി എന്നാൽ അതിനോട് ഒരു ഉൾക്കൊള്ളാനുള്ള, ആ കത്തിലെ വിഷയം എന്താണോ അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് കഴിയണം, എങ്കിലേ ആ കത്ത് നല്ല കത്ത് പറയുള്ളൂ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇവിടെ ഔപചാരിക പത്രവും അനൗപചാരിക കത്തുമാണ് കേട്ടോ. എന്താണെന്ന് പഠിക്കാനുള്ളത്? ഔപചാരിക് ഒഫീഷ്യൽ ലെറ്റർ, വേറൊന്ന് അനൗപചാരിക്, അതായത് ഒഫീഷ്യൽ അല്ലാത്ത എന്താ പറയുക വ്യക്തിഗതമായ കത്തെന്നൊക്കെ പറയാം കേട്ടോ, അങ്ങനെയുള്ള. ഇനി ഔപചാരിക കത്തിന്
വ്യാവസായിക പത്ര, വ്യാപാരപരമായ കത്തുണ്ട്. പിന്നെ കാര്യാലയി പത്ര, ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉണ്ട്. ആവേദൻ പ്രാർത്ഥനാ പത്ര, ആവേദൻ അപേക്ഷ അയക്കുന്നതായിട്ടുള്ള കത്തുണ്ട്. പിന്നെ പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ള കത്തുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഔപചാരിക പത്രങ്ങളുണ്ട്. പിന്നെ അനൗപചാരിക കത്തുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബദായി പത്ര, എന്താ പറയുക, അഭിവാദ്യങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള കത്തുകൾ. പിന്നെ ധന്യവാദ് പത്ര, ധന്യവാദ് പറയണ, താങ്ക്സ് പറയുന്നതായിട്ടുള്ള കത്തുകൾ. ശുഭകാമന എന്നാൽ ആശീർവാദങ്ങൾ കൊടുത്തുകൊണ്ടുള്ള കത്തുകൾ. അന്യപത്ര, പിന്നെ മറ്റുള്ള പല കത്തുകളും ഉണ്ടായി. വ്യക്തിഗതമായിട്ട് അച്ഛന്, അമ്മയ്ക്ക്, ഏട്ടന്, ഏടത്തിക്ക്, മക്കൾക്കൊക്കെ എഴുതുന്ന കത്തുകൾ. നിമന്ത്രൺ പത്ര, ക്ഷണക്കത്തുകൾ. ഇതൊക്കെ ഔപചാരികമായിട്ടുള്ള കത്തുകളാണ്. ഔപചാരിക കത്ത്, അനൗപചാരികമായിട്ടുള്ള. ഔപചാരികമാണ് എന്തൊക്കെ? വ്യാവസായിക, കാര്യാലയി और ആവേദൻ പത്ര. ഇതൊക്കെയാണ് ഔപചാരിക കത്തുകൾ. അനൗപചാരികമായിട്ടുള്ള എന്താ? ബദായി, ധന്യവാദ്, ശുഭകാമന, അതായത് അച്ഛനും ഏട്ടനും അമ്മയ്ക്കൊക്കെ എഴുതുന്ന കത്തുകൾ, നിമന്ത്രൺ, ക്ഷണക്കത്ത്. ഇതൊക്കെ. ഇനി ഔപചാരിക കത്ത് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നമുക്ക്. औपचारिक पत्र का अर्थ है कामकाजी, सरकारी या कार्यालयी स्तर पर लिखे गए पत्र. അപ്പോൾ ഔപചാരിക കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഫീഷ്യലായിട്ട് എന്താണ്, വല്ല ജോലിക്കായിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ കാര്യങ്ങൾക്കായിട്ടുള്ള ഒഫീഷ്യൽ സ്तर पर ഒഫീഷ്യലായിട്ടുള്ള എഴുതുന്ന കത്തുകളാണ് ഔപചാരിക കത്ത് എന്ന് പറയുന്നത്. ഇനി औपचारिक रूप से सरकारी व कामकाज से संबंधित लिखे गए पत्र ഔപചാരിക് പത്ര कहलाता है. അപ്പോൾ ഒഫീഷ്യലായിട്ട് വല്ല ജോലിക്കോ മറ്റുള്ള വല്ലതിനൊക്കെ എഴുതുന്നതിനാണ് ഔപചാരിക കത്തെന്ന് പറയുന്നത്. ഇനി औपचारिक पत्रों में अनौपचारिक पत्रों के समान ही आरंभ, संबोधन, विस्तार और समाप्ति नामक അംഗോത്ത. ഇനി ഈ കത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഏതാണുള്ളത്? ആരംഭം, തുടക്കം ഉണ്ടാവണം. പിന്നെ സംബോധന ഉണ്ടാവണം. വിസ്തരിക്കൽ, എന്താണ് വിഷയം എന്ന് വെച്ചാൽ അതുണ്ടായിരിക്കണം. സമാപ്തി, അതിൻ്റെ അവസാനിക്കൽ ഉണ്ടായിരിക്കണം. നാമക്ക് അങ്ക് ഒത്തായ, പേരുകളും ഉണ്ടായിരിക്കണം. ആരാണ്, എവിടേക്കാണെന്നൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കണം. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പേജ് നമ്പർ 70 നോക്കിയിട്ട് ഇതാണ് അതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇതെവിടെ നോക്കൂ, ഇവിടെ ചിദംബർ ഡേറ്റും സ്ഥലവും വരുന്നു. അതിന് ശേഷം ഇടതുഭാഗത്തായിട്ട് കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കുക. ഏതൊക്കെയാണ്? സേവാമേ അധ്യക്ഷ, സേവാമേ എന്ന് പറഞ്ഞാൽ ഫ്രം എന്താണ്? അധ്യക്ഷ, ഖേൽകൂദ് സാമഗ്രി ഭണ്ഡാർ, ഖേൽഗാവ്, നയി ദില്ലി. അതാണ് തുടക്കം വേണ്ടത് കേട്ടോ. ആരാണോ അയക്കണമെന്ന് വെച്ചാൽ അവർ. ഇനി ആർക്കാണോ അയക്കണമെങ്കിൽ സേവാമെന്ന് പറഞ്ഞാൽ എന്താണ്? ടു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിഷയം, ഇനി ഇത് ആർക്കാണോ അയക്കണമെന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള ആറിൻ്റെ അഡ്രസ്സാണെന്ന് വെച്ചാൽ അത്. ഇനി എന്താണ് എന്നുള്ളതാണ് വിഷയം. എന്താണ് വിഷയം എന്താ വെച്ചാൽ അത് എഴുതുക. ഖേൽകൂദിക്ക് സാമഗ്രി, സന്ദർഭ് ആപ്കാ പിछला പത്ര ദിനാങ്ക്. അപ്പോൾ ചിലപ്പോൾ അതിനൊരു മറുപടി ആദ്യം കത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെഴുതുക, അല്ല എന്താ വിഷയം വെച്ചാൽ അതെഴുതുക. സംബോധൻ, നമ്മൾ പ്യാര പ്രിയ ഒന്നും എഴുതാൻ പാടില്ല. മഹോദയ്, മഹാസൈ എന്നൊക്കെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. മുഖ്യ വിഷയ, പിന്നീട് വിഷയം എഴുതുക. പിന്നീട് സമാപൻ, ധന്യവാദ്, ഭവദേയ്, മാൻസിംഗ്. അതായത് തുടക്കം നിങ്ങൾ കണ്ടു, ആർക്കാണോ എഴുതുന്നത് വെച്ചാൽ ആ അഡ്രസ്സ് എഴുതി വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനത്ത് കണ്ടോ, അവസാനത്തിൽ എന്താണ്? താങ്കളുടെ, ഭവതി എന്ന താങ്കളുടെ എന്താണ്? മാൻസിംഗ്. അതിൻ്റെ മുന്നേ ധന്യവാദ് കൂടെ പറയണം കേട്ടോ. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ധന്യവാദ്, നന്ദി പറയണം. എന്നിട്ട് താങ്കളുടെ മാൻസിംഗ്. അമർ എന്നിട്ട് മാൻസിംഗിൻ്റെ അഡ്രസ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അമർ സ്പോർട്സ് ക്ലബ്ബ് 92 പഞ്ചാബി ബാഗ്, നയി ദില്ലി. ഇനി അനൗപചാരിക, അപ്പം അതാണ് ഔപചാരിക എന്ന് പറഞ്ഞാൽ കത്തെഴുതുമ്പോഴേ ആദ്യമായിട്ട് ആർക്കാണോ അയക്കണമെന്ന് വെച്ചാൽ അയാളുടെ അഡ്രസ്സ്, പിന്നെന്താണ് എന്താണോ വിഷയം വെച്ചാൽ അതെഴുതുക. അതിന് ശേഷമേ എന്താണെന്ന് വിവരിക്കാൻ പാടുള്ളൂ. അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ധന്യവാദം എഴുതുക,
ഭവതി താങ്കളുടെ നമ്മളുടെ പേരും അഡ്രസ്സും എഴുതാം. മനസ്സിലായില്ലേ? നമുക്കറിയാം ആദ്യമായിട്ട് എഴുതുന്ന എന്തായിരിക്കും? अनौपचारिक कत्ल എന്തൊക്കെ ഉണ്ടായിരിക്കും? सरल तथा स्वाभाविक व्यवहार जिनमें कोई नियम या പരിപാടി का बंधन न हो. അനൗപചാരികമായിട്ട് കത്ത് എഴുതുമ്പോൾ നമുക്ക് അതിൽ അഡ്രസ്സ് ഇന്നത് എഴുതണം, ഇന്നമാതിരി തുടങ്ങണം എന്നൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ തുടങ്ങാവുന്നതാണ്. പിന്നെ अनौपचारिक पत्रों के शुरू में हम सबसे पहले ऊपर दाई और अपना पूरा पता लिखते हैं. ഇനി അനൗപചാരിക കത്തിന് ദായി ഓർ പേപ്പറിൻ്റെ വലതു ഭാഗത്ത് നമ്മളുടെ അഡ്രസ്സ് മുഴുവൻ എഴുതണം. പിന്നെ പത്ര पाने वाला हमें बहुत अच्छी तरह से जानता है और यदि उसे हमारा पता भली भांति मालूम है तो हम वहाँ केवल स्थान का नाम लिखा देता है. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും ആദ്യം അയക്കുന്ന ആളുടെ അഡ്രസ്സ് മുഴുവൻ എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ അത് എഴുതാത്ത അവസ്ഥയുണ്ട്. നമ്മളെപ്പറ്റി അവർക്ക് ശരിക്കും അറിയാമെങ്കിൽ നമ്മൾ എവിടുന്നാണോ കത്ത് എഴുതുന്നതെന്നും ആ ഡേറ്റും മാത്രം, പ്ലേസ് ആൻഡ് ഡേറ്റ് എന്നാണ് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്, അത് മാത്രം എഴുതിയത്. അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ വ്യക്തമായിട്ട് എഴുതണം. അതാണ് ഇവിടെ അനൗപചാരികമായിട്ടുള്ള കത്തിൽ വേണ്ടത്. ഇനി अनौपचारिक पत्रों के शुरू में हम सबसे पहले ऊपर दाई और अपना पूरा पता लिखे. अभिवादन अनौपचारिक पत्रों की एक विशेषता है. अभिवादन അതായത് നമ്മൾ ആർക്കാണോ എഴുതുന്നത് വെച്ചാൽ മക്കൾക്കാണ് പ്യാര ബേട്ട, പ്യാരി ബേട്ടി, ഭർത്താവിനാണെങ്കിൽ പ്രിയ പതി, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ആദരണീയെന്നൊന്നും എഴുതൂല. ഒരു ഗുരുനാഥനാണെങ്കിലോ, ഗുരുനാഥനൊരു പേഴ്സണലായിട്ടൊരു കത്ത് എഴുതാണ് ആദരണീയ ഗുരുജി എന്ന് എഴുതാം. പിന്നെ ആർക്കാണ് ഫ്രണ്ട്സിനാണെങ്കിലോ പ്രിയ ദോസ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സംബോധന, അത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ संबोधन और अभिवादन पत्र लिखने वाले व पत्र पाने वाले के संबंध के अनुसार होता है. അപ്പോൾ ഈ അഡ്രസ്സൊക്കെ പൂർണ്ണമായിട്ട് എഴുതുന്നത് ആ കത്ത് അയക്കുന്ന ആളും കത്ത് കിട്ടുന്ന ആളും തമ്മിലുള്ള ബന്ധത്തിന് അടിസ്ഥാനമായിട്ടിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നവരാണെന്ന് വെച്ചാൽ പൂര പദമൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ആ നമ്മൾ ഇന്ന ആളെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി कार्यालय पत्राचार्य पत्र साहित्य के संक्षिप्त परिचय के बाद अपने मूल विषय कार्यालय पत्र पर अपना ध्यान केंद्रित करते हैं. कार्यालय पत्र भारत सरकार के अधीन सरकारी अथवा अर्ध सरकारी विभागों के विविध क्षेत्रों में संबंधित होता है. ഈ कार्यालय പത്രം എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസുകളിലേക്ക് അർദ്ധ സർക്കാർ ഓഫീസുകളിലേക്ക് അയക്കുന്ന കത്തുകളാണ് പറയുന്നത്. सूचनाओं का आदान प्रदान कार्यालय पत्र का मुख्य कार्य होता है. സൂചനകൾ നൽകണം, അതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. तो പ്രശാസനിക കാര്യ പ്രണാലി ഇനി पर കേന്ദ്രിത होता है. നിയമപരമായിട്ടുള്ള, അതായത് ഭരണ കാര്യങ്ങളെല്ലാം അതിൽ വേണ്ട വിധത്തിൽ സൂചിപ്പിച്ചിരിക്കണം. विभिन्न मंत्रालयों विभागों और कार्यालयों के कामकाज के बारे में आप शायद नहीं जानते होंगे, लेकिन उनमें भी कामकाज का ढंग यही है. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമുക്ക് വിവരമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മൾ കത്ത് എഴുതുമ്പം കാര്യാലയമോ പത്രത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പാലിച്ചിരിക്കണം. പിന്നെ इनमें अनेक प्रकार के अधिकारियों की नियुक्ति की जाती है, सचिव से लेकर അനുഭാഗ അധികാരി തക്ക. അപ്പോൾ സെക്രട്ടറി മുതൽ സാധാരണ ക്ലർക്ക് വരെയുള്ള ഓഫീസിലെ ജീവനക്കാരുണ്ടായിരിക്കും. इसे आप निम्नलिखित आरेख चित्र से भी समझ सकते हैं. അപ്പോൾ അത് ആരൊക്കെയാണ് എന്നുള്ളത് ഇവിടെ തന്ന ഈ അതായത് ഒരു ആലേഖിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ്. कार्यालय पत्रों की संख्या को लेकर विद्वानों के बीच मतभेद है. मोटे तौर पर निम्न प्रकार कार्यालयी पत्र संज्ञान में आते हैं. അപ്പോൾ ഒരുപാട് കാര്യാലയ പത്രങ്ങളുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട ഈ താഴെ തന്നിട്ടുള്ള 5 പത്രങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ശ്യാം നാദേശ് യാ രാജ്ദേശ്, ഗവൺമെൻറ് ഓർഡർ और जियो. പിന്നെ സർക്കാരി യാ ശാസകീയ പത്ര ഓഫീസ് ലെറ്റേഴ്സ്, अर्ध सरकारी या अर्ध शासकीय डल्ही ऑफिस लेटर और डीओ. अशासनीय और
ഗൈഡ് സർക്കാരി പത്ര. അൺഒഫീഷ്യൽ ലെറ്റർ ആൻഡ് യൂണിയൻ ഓഫീസ് ലെറ്റർ, അതിനെന്ത് പറയും, UO നോട്ട്. परिपत्र सर्कुलर, कार्यालय आदेश ऑफिस ऑर्डर, कार्यालय शासन ऑफिस मेमोरांडम और ऑफिस मेमो, ज्ञान ज्ञापन मेमोरांडम और मेमो, अधिसूचना विज्ञप्ति नोटिफिकेशन, उद्घोषणा प्रोक्लमेशन അപ്പോൾ ഇനിയുണ്ടോ, സൂചന നോട്ടീസ്, ആദേശ് ഓർഡർ, അനുസ്മാരക് പത്ര, റിമൈൻഡർ ഓർമ്മപ്പെടുത്തൽ, പൃഷ്ടാങ്കൻ എൻഡോഴ്സ്മെൻറ്റ്, പ്രസ്താവ് പ്രൊപ്പോസൽ, പ്രസ് വിജ്ഞാപിതി പ്രസ് നോട്ട്, സ്വീകൃതി मंजूरी पत्र, സാങ്ഷൻ ലെറ്റർ, നിവിദ സൂചന, ടെൻഡർ നോട്ടീസ്, താർ ടെലഗ്രാം, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യാലയ കത്തുകൾ കേട്ടോ. അപ്പോൾ കേന്ദ്രീയ സർക്കാർ കുറച്ച് പ്രധാനപ്പെട്ട എന്താണ് ശാസകീയ പത്രത്തിനെ പറ്റി പറയട്ടോ. കേന്ദ്രീയ സർക്കാർ का मंत्रालय, राज्य सरकारों, सरकारी उपक्रमों, सार्वजनिक निकायों, व्यावसायिक फॉर्म आदि के साथ होने वाले पत्र व्यवहार में सामान्यतः सरकारी पत्र लेखन का प्रयोग किया जाता है. സർക്കാർ ഓഫീസിലേക്ക് അയക്കുന്ന പോലെ അയക്കേണ്ട കത്തുകളാണ് ഇപ്പോൾ പറഞ്ഞത്, 5-6 പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഇവിടെ താഴെ ഓരോവിധ കത്തുകളുടെയും ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വായിച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ പത്ര, അതായത് സർക്കാർ ഫുൾ अर्ध सरकारी सरकार पत्रों तमिल ചെറിയൊരു വ്യത്യാസമുണ്ട്. अपने सरकारी पत्र और अर्ध सरकारी पत्र के बारे में जानकारी प्राप्त किया और ये पाया गया कि എന്താണ് മനസ്സിലായത്, कि दोनों के ढांचे में पर्याप्त अंतर है. इस अंतर को हम इस प्रकार देख सकते हैं. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, അതായത് അതിൽ വ്യത്യാസത്തിൻ്റെ സ്ഥലമാണ് സ്വരൂപ്, ഔപചാരികത, അനൗപചാരികത. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നിങ്ങൾ ഈ നോട്ടീസിലുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി അതിൽ വിജ്ഞാപനങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ സാവധാനം പോലെ വീട്ടിലിരുന്ന് നോക്കിയാൽ മതി. ആ നോക്കാവുന്നതേ ഉള്ളതൊക്കെ കേട്ടോ. പലതരത്തിലുള്ള സർക്കാർ ഓഫീസിൻ്റെ ആയാലും വിജ്ഞാപനത്തിൻ്റെ ആയാലും അർദ്ധ സർക്കാർ ഓഫീസിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ഉദാഹരണങ്ങൾ നിങ്ങളുടെ പാഠത്തിലുണ്ട്. അതൊക്കെ ഒന്ന് ശരിക്കും എടുത്ത് വെച്ച് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. അത്രയേ വേണ്ടൂ.